ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം കേവലം അറിവാർജിക്കൽ മാത്രമല്ല, ജീവിതമൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കം. ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരള എംപിമാർ. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ മുടങ്ങിയ വിഷയത്തിൽ കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ജലശുദ്ധീകരണത്തിന് ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാസവസ്തുവിന് തീരുവ ചുമത്തി ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം അറിവാർജിക്കൽ മാത്രമല്ല, ജീവിതമൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാനയിലെ ഹിസാർ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. തൊഴിൽ നേടുക എന്നതിന് പകരം തൊഴിൽ സൃഷ്ടിക്കുക എന്ന മനോഭാവം സ്വീകരിക്കാൻ ശ്രീമതി മുർമു വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. शिक्षा केवल ज्ञान और कौशल प्राप्त करने का साधन नहीं है. शिक्षा मनुष्य के भीतर नैतिकता, करुणा और सहिष्णुता जैसी जीवन मूल्यों को विकसित करने का माध्यम भी है. शिक्षा आपको रोजगार के योग्य बनाने के साथ साथ सामाजिक जिम्मेदारियों के प्रति जागरूक भी कराती है. ഹിസാറിൽ ബ്രഹ്മകുമാരീസിന്റെ ആത്മീയ പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുത്തു. നാളെ പഞ്ചാബിൽ വിവിധ പരിപാടികളിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. പിഎം ശ്രീ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിഎംകെ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. 2024-25ലേക്കുള്ള രണ്ടാം ഘട്ട അനുബന്ധ ധനാഭ്യർത്ഥനകൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. റെയിൽവേ ഭേദഗതി ബിൽ 2024 റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. റെയിൽവേ ബോർഡിന്റെ പ്രവർത്തനം, സ്വയംഭരണം തുടങ്ങിയവ ഉദ്ദേശിച്ചുള്ളതാണ് ബില്ല്. 1905ലെ ഇന്ത്യൻ റെയിൽവേ ബോർഡ് ആക്ടിലെ എല്ലാ വ്യവസ്ഥകളും ഈ ബില്ലിലൂടെ 1989ലെ റെയിൽവേ ആക്ടിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ബില്ലിന് ലോക്സഭ ഇതിനകം അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി ലോക്സഭയിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. വളരെ ന്യായമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് അവരുന്നയിക്കുന്നത്. ഈ ആവശ്യത്തോട് ഇതുവരെയും നാളിതുവരെയും ഒരു ചർച്ച പോലും സംസ്ഥാന സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല. അവരോട് ചർച്ച ചെയ്ത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഉടൻ അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എംപിമാരായ ശശി തരൂർ, കെ സി വേണുഗോപാൽ, എൻ കെ പ്രേമചന്ദ്രൻ, ഷാഫി പറമ്പിൽ എന്നിവരും ആശാവർക്കർമാരുടെ സമരം സംബന്ധിച്ച വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചു. കടൽമണൽ ഖനനത്തിന് അനുമതി നൽകുന്നതിൽ ആശങ്കയറിയിച്ചുള്ള കേരള സർക്കാരിന്റെ കത്ത് ലഭിച്ചതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. കൊല്ലം ജില്ലയിലെ 3 ഇടങ്ങളിൽ ഉൾപ്പെടെ 13 ഓഫ്ഷോർ ബ്ലോക്കുകളിലാണ് കടൽമണൽ ഖനനത്തിനുള്ള ലേല നടപടികൾക്ക് കേന്ദ്രം തുടക്കം കുറിച്ചത്. ഖനന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധതരം അനുമതികൾ വീണ്ടും നേടേണ്ടിവരുമെന്ന് ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി രാജ്യസഭയെ അറിയിച്ചു. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മൌറീഷ്യസ് പ്രധാനമന്ത്രിക്കൊപ്പം ശ്രീ മോദി നിർവഹിക്കും. മൌറീഷ്യസ് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ജമ്മുകശ്മീരിലെ സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്യുന്നതിന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. കേന്ദ്ര സായുധ സേന, ജമ്മുകശ്മീർ പോലീസ്, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. അമർനാഥ് യാത്ര, കശ്മീർ കന്യാകുമാരി റെയിൽ സർവീസ് എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികളും യോഗം വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 54ാമത് ദേശീയ സുരക്ഷാ വാരാചരണത്തിന് സമാപനം. വിവിധ മേഖലകളിലെ സുരക്ഷാ മുൻകരുതലുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും മാർച്ച് 4 മുതൽ 10 വരെ വാരാചരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷയും ക്ഷേമവും വികസിത ഭാരതത്തിന് അനിവാര്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്ര സർക്കാർ ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഈ വിഷയത്തെ തമിഴ്നാട് സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന സർക്കാർ കേന്ദ്ര നയം അംഗീകരിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ PM ശ്രീ പദ്ധതി അനുവദിക്കുന്നതിന് ഒരു തടസ്സവുമില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. इनके पास कोई तथ्य नहीं है. ये केवल एक हो हल्ला करके एक विषय को भ्रमित करना चाहते हैं. जो चर्चा तमिलनाडु शासन के साथ पिछले दिनों में भारत सरकार की हुई है, जिसमें एक समझौते की रास्ता भी निकला था, उसी रास्ते पे तमिलनाडु सरकार राजी हो जाए. उनको अभी भी उनकी PM श्री की जो एलोकेशन है उसको देने में हमें कोई आपत्ति नहीं है. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മാസങ്ങളായി കുടിശ്ശികയായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷ M. വിൻസെന്റ് MLA ഉപക്ഷേപ നോട്ടീസിന് സ്പീക്കർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും ഇന്ന് സഭയിൽ നടന്നു. നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയായി. ഇതു സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. പദ്ധതിയുടെ 2, 3, 4 ഘട്ട വികസനത്തിനായി 10,000 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പസുകളിലെ ലഹരി ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അധ്യക്ഷതയിൽ ഇന്ന് രാജ്ഭവനിൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗം ചേർന്നു. സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് DGPയോട് ഗവർണർ നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നത്തെ യോഗം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ഗുജറാത്ത് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC മുഹമ്മദൻ SCയെ നേരിടുന്നു. കൊൽക്കത്തയിലാണ് മത്സരം. ആഭ്യന്തര വ്യവസായത്തെ നിലവാരമില്ലാത്ത ഉൽപ്പന്ന ഇറക്കുമതികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി ജലശുദ്ധീകരണത്തിന് ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാസവസ്തുവിന് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചുമത്തി. 5 വർഷത്തേക്ക് ടണ്ണിന് $986 വരെയാണ് തീരുവ ചുമത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 217 പോയിന്റ് താഴ്ന്ന് 74,115ലും നിഫ്റ്റി 92 പോയിന്റ് നഷ്ടത്തിൽ 22,460ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 80 രൂപ ഉയർന്ന് 64,400 രൂപയും ഗ്രാമിന് 8,050 രൂപയുമാണ് ഇന്നത്തെ വില. 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് സൌദി അറേബ്യ നാളെ ആതിഥേയത്വം വഹിക്കും. കഴിഞ്ഞ മാസം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് നടക്കുന്ന ചർച്ചയാണിത്. നാളത്തെ ചർച്ചകളിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് പങ്കെടുക്കുന്നത്. ചാരവൃത്തി ആരോപണത്തെ തുടർന്ന് 2 ബ്രിട്ടീഷ് നയതന്ത്രജ്ഞർ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടണമെന്ന് റഷ്യ. നയതന്ത്രജ്ഞർ തെറ്റായ വ്യക്തിഗത വിവരങ്ങൾ നൽകിയെന്നും ദേശസുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതായും റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ആരോപിച്ചു. കേരളത്തിൽ താപനില ഉയർന്ന സാഹചര്യത്തിൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസം കേവലം അറിവാർജിക്കൽ മാത്രമല്ല, ജീവിത മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം. ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരള MPമാർ. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ മുടങ്ങിയ വിഷയത്തിൽ കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ജലശുദ്ധീകരണത്തിന് ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന രാസവസ്തുവിന് തീരുവ ചുമത്തി ഇന്ത്യ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.